അപ്പോൾ ഇതാണ് ആ ഒരു രാശി ചക്രം എന്ന് പറയാൻ കാരണം. അതായത് നമ്മുടെ ചുറ്റുവട്ടമുള്ള, അല്ലെങ്കിൽ നമ്മളൊരു വലിയ ഒരു ഗ്ലോബിൻ്റെ അകത്ത് നമ്മൾ കയറി ഇരിക്കുവാണെങ്കിൽ, നമ്മൾ പണ്ട് സർക്കസ് ഒക്കെ കാണാൻ പോകുമ്പോൾ ഉണ്ടാവും ഒരു വലിയ ചക്രത്തിൻ്റെ അകത്തൊരു ബൈക്ക് ഓടിക്കുന്നത് കണ്ടിട്ടുണ്ടാവും നിങ്ങൾ, അല്ലേ? അപ്പോൾ അതിൻ്റെ അകത്തൊരു കേന്ദ്രബിന്ദുവായിട്ട്, ആ കേന്ദ്രബിന്ദു അതിൻ്റെ അകത്ത്, ആ ഒരു വലയത്തിൻ്റെ അകത്ത് വരുന്ന ഗ്രഹങ്ങളെല്ലാം, അല്ലെങ്കിൽ ഗ്രഹങ്ങളും നക്ഷത്രങ്ങളൊക്കെ, നക്ഷത്രങ്ങൾ വരുന്നുണ്ടിനി നക്ഷത്രങ്ങളെ വെച്ചാണ് നമ്മൾ നാളൊക്കെ കണക്ക് കൂട്ടുന്നത്. അപ്പോൾ ഇത് ആദ്യ ഗ്രഹങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇതാണ് രാശിചക്രം എന്ന് പറയുന്നത്. പക്ഷേ ചക്രം നമ്മൾ ഗ്രഹങ്ങളെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് ചക്രം എന്നുള്ള രീതിയിലല്ല, അത് നമ്മളൊരു ചതുരമായിട്ടാണ് നമ്മൾ 12 ചതുരങ്ങളുള്ള ഒരു ഇതായിട്ടാണ് നമ്മൾ ഇതുപോലെ നമ്മൾ കണക്കിലെടുക്കുന്നത്. ഇതിനാണ് രാശിചക്രം എന്ന് പറയുന്നത്. ചക്രം അല്ലെങ്കിലും ഒരു ചക്രം അതിൻ്റെ ചുറ്റും വരച്ചാൽ ചക്രമായി. അപ്പോൾ അങ്ങനെയാണ് രാശിചക്രം നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ രാശിചക്രം നമ്മൾ എണ്ണുന്നത് ഇങ്ങനെയാണ്. അത് നമുക്കറിയാം, നമ്മൾ കണ്ടതാണ് രാശിചക്രം. അങ്ങനെ 1 മുതൽ 12 വരെയുള്ള ചക്രം. ഇനി ഇതിൻ്റെ അകത്ത് ഏതൊക്കെ നക്ഷത്രങ്ങൾ, അല്ലെങ്കിൽ ഏതൊക്കെ ഗ്രഹങ്ങൾ എവിടെയൊക്കെ വരും. കാര്യം ഗ്രഹങ്ങളെല്ലാം ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഗ്രഹങ്ങൾ ചുറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാൾ ജനിക്കുമ്പോൾ, ഒരു കുട്ടി ജനിക്കുമ്പോഴുള്ള ആ ഗ്രഹങ്ങളുടെ പൊസിഷനെയാണ് നമ്മൾ ഈ ഗ്രഹനിലയിൽ അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ആ ഓരോ രാശിക്കും നമ്മൾ ഓരോ പേരുണ്ട്. അത് മലയാള മാസ പേര് തന്നെയാണ്, പക്ഷെ അത് മേടത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ അത് നമുക്കറിയാം, ഈസിയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് മലയാള മാസം പേരുകൾ. ഇനി ഇതാണ് നമ്മൾ രാശിചക്രം 12 ഡിവൈഡ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പോൾ ഓരോ ഈ 360 ഡിഗ്രി ഉള്ള ഒരു ചക്രം, അതാണ് പറയുന്നത്. 360 ഡിഗ്രി ഉള്ള ചക്രത്തെ 12 ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ 360 ഡിവൈഡഡ് ബൈ 12 എത്ര വരും? 12 ഡിവൈഡ് ചെയ്യുമ്പോൾ ഓരോ ഭാഗത്തിനും 30 ഡിഗ്രി വീതം ഉണ്ടാവും. സംശയമില്ലല്ലോ? ഓക്കെ അല്ലേ? ആ 30 ഡിഗ്രി ഇത് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് അടയാളപ്പെടുത്താം. നമ്മൾ പറഞ്ഞു ഒന്നാമത്തെ രാശി എന്ന് പറയുന്നത് മേടമാണ്. മേടൻ രാശി തുടങ്ങുന്നത് ഇവിടാണ്, ഈ ഭാഗത്താണ് തുടങ്ങുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ അടയാളപ്പെടുത്താം? 0 ഡിഗ്രി അടയാളപ്പെടുത്താം. ഇപ്പോൾ നമ്മളൊരു സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് നോക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ വീട്ടിൽ നിന്ന് ഇപ്പോൾ സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ അവിടുന്ന് വീടിരിക്കുന്നിടത്തുനിന്ന് 0 എന്ന് നമുക്ക് കണക്ക് കൂട്ടാം, 0 കിലോമീറ്റർ. അപ്പോൾ അങ്ങനെ 360 കിലോമീറ്റർ ദൂരമുള്ള സ്ഥലമാണെങ്കിൽ നമുക്ക് സ്റ്റാർട്ടിംഗ് പോയിന്റ് നമുക്ക് 0 ആയിട്ട് അടയാളപ്പെടുത്തുന്നു. പിന്നീട് അവിടുന്ന് മുമ്പോട്ട് പോകുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇങ്ങനെയാണ് അടയാളപ്പെടുത്തുക. അപ്പോൾ നിങ്ങൾ ഇമേജ് കണ്ടതാണ്, നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ തുടക്കം എന്ന് പറയുന്നതും ഒടുക്കം എന്ന് പറയുന്നതും ഒരുപോലെ ഇരിക്കും. അപ്പോൾ ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, ലക്ഷ്യസ്ഥാനത്തിലെത്തി, തിരിച്ച് നമ്മൾ അതേ സ്ഥാനത്ത് തന്നെ എത്തിച്ചേരുക ചെയ്യുന്നു. ഏത് യാത്ര പോയാലും നമ്മൾ തിരിച്ച് വീട്ടിൽ തന്നെ എത്തും എന്ന് പറഞ്ഞ പോലെ ഇവിടെ ഈ ഗ്രഹനിലയിലെ തുടക്കം ഇവിടാണ്. ആ ഒന്നാമത്തെ രാശി, അതായത് മേടം രാശി തുടങ്ങുന്നത് 0, അല്ലെങ്കിൽ തിരിച്ച് ലാസ്റ്റ് കറങ്ങി തിരിച്ച് ഇവിടെ തന്നെ എത്തും. അതാണ് 360 or 0 എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ തുടക്കം 0യിൽ തുടങ്ങുന്നു. അപ്പം അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ പറഞ്ഞു ഓരോ രാശിക്കും 30 ഡിഗ്രിയാണ്. അതായത് നമ്മൾ ഇവിടുന്ന് ആ ഡിഗ്രി വരച്ചേക്കുന്നത്, ആദ്യത്തെ ഡിഗ്രി, ആ സർക്കിളിനെ നമ്മൾ ഒരു ഡിവൈഡ് ചെയ്തു. അതിൻ്റെ ഒരു ഭാഗമാണ് ഈ കാണിച്ചിരിക്കുന്നത്. അത് ഇതിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ് ഈ ആംഗിൾ. അതായത് ഇവിടുന്ന് ഈ ഭാഗത്തു നിന്ന് സഞ്ചരിച്ച് ഇവിടെ എത്തുമ്പോൾ എത്രയായി? 30. അടുത്ത രാശിയുടെ തുടക്കം എന്ന് പറയുന്നത് 30ആയി. അടുത്ത രാശിയുടെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് എത്രയായി?
30ആയി. അതായത് 0 മുതൽ 29 വരെയാണ് ഇവിടെ മേടത്തിൻ്റെ അകത്ത് നിൽക്കുന്നത്. ഇപ്പം നമുക്ക് ചോദിക്കുകയാണ്, ചന്ദ്രൻ 25 ഡിഗ്രിയിലാണ് നിൽക്കുന്നത് എന്ന് പറയുകയാണെങ്കിൽ ചന്ദ്രൻ എവിടെ നിൽക്കും? ഏത് രാശിയിലായിരിക്കും? ആ, കറക്റ്റ്. അപ്പോൾ 30 അതെ 30 ഡിഗ്രി, 25 ഡിഗ്രി എന്ന് പറയുമ്പോഴത്തേക്കും എവിടെയാണ് ആദ്യത്തെ രാശി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മേടം രാശി എന്ന് പറയുന്നത് 0 മുതൽ 29 വരെയാണ്. അപ്പോൾ 0യ്ക്കും 29നും ഇടയ്ക്കുള്ള ഒരു മെഷർമെൻറ്റ് തന്നാൽ അത് അടയാളപ്പെടുന്നത് മേടത്തിലായിരിക്കും. സംശയം ഉണ്ടാക്കില്ല? ഈസി അല്ലേ? സംശയമില്ലല്ലോ? ഇല്ല. അപ്പം അത്രയ്ക്ക് ആ ഓക്കെ അല്ലേ? സംശയമില്ലല്ലോ? അത് നമുക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പം അതുപോലെ തന്നെ നമ്മളിനി അടുത്ത രാശിയിലേക്ക് വരുമ്പോൾ, അടുത്ത രാശി എന്ന് പറയുന്നത് ഇടവമാണ്. രണ്ടാമത്തെ രാശി എന്ന് പറയുമ്പോൾ ഇടവമാണ്. അതിലേക്ക് കയറുമ്പോൾ എപ്പോഴാണ്? 30 ഡിഗ്രി മുതൽ എത്ര? 30 ഡിഗ്രി മുതൽ 60 ഡിഗ്രി വരെ, അതായത് 51 എന്ന് വേണം നമുക്ക് കൂട്ടാം. ശരിയല്ലേ? ഓരോ രാശിയും തുടങ്ങുന്ന വാല്യൂ ആണ് മാർക്ക് ചെയ്തേക്കുന്നത്, എഴുതിയേക്കുന്നത്. ഓരോ രാശിയും തുടങ്ങുന്ന മെഷർമെൻ്റ് ആണ്, അളവാണ് എഴുതിയേക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ രാശി എന്ന് പറയുന്നത് 30 തുടങ്ങുന്നു. 30 തുടങ്ങി 30 കൂടെ കൂട്ടിയാണ് നമ്മൾ എപ്പോഴും 0 മുതൽ തുടങ്ങുന്നത്. 0, 1, 2, 3 മുതൽ 29 ആയപ്പോൾ എത്രയായി? 30 ആയി അല്ലേ? 0 മുതൽ 29 വരെ എണ്ണുമ്പോൾ എത്രയായി? 30 ഡിജിറ്റ്സ് ആയില്ലേ? അപ്പം അങ്ങനെ ആദ്യത്തെ കഴിഞ്ഞു. അപ്പം അടുത്തത് 30 കയറി കഴിഞ്ഞാൽ എത്രയായി? രണ്ടാമത്തെ രാശിയായി. അങ്ങനെ 31 മുതൽ 59 വരെ 30 എണ്ണം. 30 മുതൽ 59 വരെ ആ ഡിഗ്രി വരെ ഉള്ള ഭാഗത്തിനാണ് ഇടവ എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ അടുത്തത് മൂന്നാമത്തെ രാശി. ഇപ്പോൾ നമ്മൾ 68 ഡിഗ്രിയിലാണ് സൂര്യൻ നിൽക്കുന്നതെങ്കിൽ, 68 ഡിഗ്രിയിലാണ് സൂര്യൻ നിൽക്കുന്നതെങ്കിൽ സൂര്യൻ എവിടെയാണ് നമ്മൾ എഴുതുന്നത്? മിഥുന രാശിയിൽ എഴുതും. അപ്പോൾ അത് സിമ്പിളാണ്. ആ ഒരു ഇത് മനസ്സിലായി, കോൺസെപ്റ്റ് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏത് ഗ്രഹത്തിൻ്റെ വേണേലും നമുക്കിവിടെ അടയാളപ്പെടുത്താൻ സാധിക്കും. അതെങ്ങനെ സൂര്യൻ ചന്ദ്രനൊക്കെ നിൽക്കുന്നത് എങ്ങനെ അറിയുന്നോ? അതായത് നമ്മൾ സെൻട്രലാണ് നിൽക്കുന്നത് അല്ലേ? പറഞ്ഞല്ലോ, നമ്മൾ സെൻട്രൽ നമ്മുടെ വീട്ടിലിരിക്കുന്നു. നമ്മുടെ വീട്ടിൽ ഇരിക്കുമ്പോഴത്തേക്കും സൂര്യൻ എവിടെ നിൽക്കുന്നത്, ഏത് ഭാഗത്ത്? നമ്മൾ ആകാശത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ നവഗ്രഹങ്ങളുണ്ട്. ഈ നവഗ്രഹങ്ങളെല്ലാം പല പൊസിഷനിലായിരിക്കും നിൽക്കുന്നത്. അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എപ്പോഴും. അതായത് നമുക്ക് ചുറ്റും, നമ്മൾ ഇമാജിൻ ചെയ്യുക, നമുക്ക് ചുറ്റും പല വേഗത്തിൽ. ഉദാഹരണത്തിന് നിങ്ങൾ ഇത് ഒളിമ്പിക്സോ എന്തെങ്കിലും കാണാൻ പോയെന്ന് വിചാരിക്കുക. അപ്പോൾ അതിനകത്ത് 2 കിലോമീറ്ററിൻ്റെ അല്ലെങ്കിൽ 10 കിലോമീറ്ററിൻ്റെ എന്തുണ്ട്? ഓട്ടമുണ്ട്. ഓട്ടം കണ്ടുകൊണ്ടിരിക്കുക. ഇപ്പം നമ്മൾ ഗ്യാലറിയിലാണ് ഇരിക്കുന്നത് എങ്കിൽ നിങ്ങൾ സെൻറ്ററിലായിരിക്കും വിചാരിക്കുക. ആ ഗ്രൗണ്ടിൻ്റെ സെൻറ്ററിൽ നിങ്ങൾക്ക് നിൽക്കാനുള്ള ചാൻസ് കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പോൾ 9 പേര് ഓട്ട മത്സരത്തിൽ ചേർന്നിട്ടുണ്ട്. 9 പേര് ഓട്ട മത്സരത്തിൽ നിൽപ്പുണ്ട്. 9 പേരും പുറകില്ല നിൽക്കുന്നത്. എങ്ങനെ ഓട്ടം തുടങ്ങുന്നത്? എല്ലാവരും നിരന്നാണ് നിൽക്കുന്നത്. ശരിയല്ലേ? എല്ലാവരും നിരന്നാണ് നിൽക്കുന്നത്. അപ്പം നമ്മൾ സെൻറ്ററിൽ നിൽക്കുകയാണ്. ഇപ്പം ഓടാൻ പറയുമ്പോൾ വിസിലടിച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഓരോരുത്തരും എല്ലാവരും ഒന്നിച്ച് സ്റ്റാർട്ട് ചെയ്യും നമുക്ക് ചുറ്റും അല്ലേ? ആദ്യത്തെ റൗണ്ടൊക്കെ അവർ ഏകദേശം ഒന്നിച്ച് ക്യാച്ചപ്പ് ചെയ്യും.
കുറച്ച് കഴിയുമ്പോഴത്തേക്കും പലരും പല സ്പീഡിലായിരിക്കും ഓടുന്നത് അല്ലേ. അപ്പോൾ ആ 9 പേരും നമ്മൾ ഒരു 10 ലാപ്പ് 10 റൗണ്ട് ഓടണം, ഓരോ മൊത്തം തീരണമെങ്കിൽ എന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു 5ാമത്തെ റൗണ്ട് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നോക്കിയാൽ അറിയാം എല്ലാവരും ഒരുപോലല്ല റൺ ചെയ്യുന്നത് അല്ലേ. പലരും നമുക്ക് ചുറ്റും നോക്കിക്കഴിഞ്ഞ് നമ്മൾ സെൻറ്ററിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും ആ നമുക്ക് ചുറ്റുമുള്ള റൗണ്ടിൽ പലരും പല ഭാഗങ്ങളിലായിട്ടായിരിക്കും നമ്മൾ നിൽക്കുന്നത് അല്ലെങ്കിൽ ഓടുന്നതായിട്ട് മനസ്സിലാകും. നമുക്ക് മനസ്സിലായോ? പലരും പല വേഗത്തിലാണ്. അതുപോലെ അവരുടെ റൗണ്ടും വ്യത്യാസമുണ്ട്. അവരുടെ ആ ഒരു സാധാരണ ഓടുമ്പം കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എല്ലാവരും ഏറ്റവും ചേർന്ന ലൈനിൽ ഓടും. അത് നമ്മൾ ചിന്തിക്കേണ്ട. അവർ ആ ട്രാക്കിൽ കൂടെ തന്നെ ഓടുകയെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു 9 പേർക്ക് നിൽക്കാനുള്ള ട്രാക്കുണ്ട്. ആ 9 പേരും എപ്പോഴും ഓരോരുത്തരുടെയും ട്രാക്കിലാണ് കൂടെ തന്നെയാണ് ഓടുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ ആ ഗ്രൗണ്ടിൻ്റെ സെൻറ്ററിൽ നിൽക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഒരാൾ കിഴക്ക് വശത്തായിരിക്കും, ചിലപ്പോൾ ഒരാൾ പടിഞ്ഞാറ് വശത്തായിരിക്കും, ഒരാൾ വടക്ക് കിഴക്കായിരിക്കും, ഒരാൾ ചിലപ്പോൾ ഒരാളുടെ തൊട്ട് പുറകെ തന്നെ ഉണ്ടാവും, ഒരാളുടെ തൊട്ട് മുമ്പിൽ തന്നെ ഉണ്ടാവും. അങ്ങനെ സങ്കല്പിക്കത്തില്ലേ നമുക്ക്? അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു റൗണ്ട് നമ്മൾ ആ ഒരു സർക്കിളായിട്ട് നമ്മൾ വരയ്ക്കുമ്പോൾ ആ സർക്കിളിൽ എങ്ങനെയായിരിക്കും പലരും പല സ്ഥലത്തായിട്ട് നമുക്ക് നിൽക്കുന്നതായിട്ട് നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ അതുകൊണ്ടാണ് അതുകൊണ്ടാണ് നമുക്ക് പറ്റുന്നത്, ഈ ഗ്രഹങ്ങൾ നമുക്ക് ഇങ്ങനെ അടയാളപ്പെടുത്താൻ പറ്റുന്നത്. അപ്പോൾ അവിടെ നമുക്കിങ്ങനെ ചെയ്യാം. നമുക്ക് ചുറ്റും ഒരു റൗണ്ട് വരച്ചു. ആ റൗണ്ട് വരച്ചു കഴിയുമ്പോൾ ഓരോ ഡിഗ്രിയും അവരുടെ ഓരോ ആംഗിളും നോക്കി നമുക്ക് ഒരു സർക്കിൾ നമ്മുടെ തലയ്ക്ക് ചുറ്റും ഒരു സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ ആ സർക്കിളിൻ്റെ എവിടെയാണ് ഓരോരുത്തരും നിൽക്കുന്നതെന്ന്, അല്ലെങ്കിൽ 9 പേരുണ്ടെങ്കിൽ 9 പേരും നിൽക്കുന്നത് എവിടെയാണെന്ന് നമുക്ക് ഒരു പെർട്ടിക്കുലർ ടൈമിൽ എവിടെയാണ് നിൽക്കുന്നത് നമുക്ക് അടയാളപ്പെടുത്താൻ പറ്റില്ലേ? മനസ്സിലായോ? ചോദിച്ചു, സംശയമുണ്ടോ? ചോദിച്ചു. ഓക്കെ ആണോ? ഇപ്പോൾ ഒരു എക്സാമ്പിളാണത്. അപ്പോൾ അങ്ങനെ ഈ ഗ്രഹങ്ങളെല്ലാം നമുക്ക് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് കറക്റ്റ് ആ ടൈമിൽ എവിടൊക്കെയാണ് ഈ 9 എണ്ണം നിൽക്കുന്നത്, 9 ഗ്രഹങ്ങൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് ഉള്ള ഒരു ആ സമയത്തെടുത്ത ഒരു സ്നാപ്ഷോട്ട്, അല്ലെങ്കിൽ ആ സമയത്തെടുത്ത എല്ലാ ഗ്രഹങ്ങളുടെയും ഒരു പൊസിഷനാണ് പറയുന്നത് ഗ്രഹനില എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം നമുക്ക് തലയ്ക്ക് ചുറ്റും അല്ലെങ്കിൽ നമുക്ക് തലയ്ക്ക് ചുറ്റും അല്ലെങ്കിൽ ഭൂമിയിൽ നിന്ന് കൂട്ടിക്കോ. അതായത് നമ്മൾ ഭൂമിയിലാണ്, ഭൂമിക്ക് ചുറ്റും എന്ന് വിചാരിച്ചാൽ മതി. ഭൂമി അതിൻ്റെ ഒരു സ്പീഡിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഭൂമി കറങ്ങുന്നതുകൊണ്ടാണ് സൂര്യൻ മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നുന്നത്. അറിയാലോ നമുക്ക്, സൂര്യൻ അവിടെ ചലിക്കുന്നില്ല. ഭൂമി അങ്ങോട്ട് കറങ്ങുന്നതുകൊണ്ടാണ് സൂര്യനെ മൂവ് ചെയ്യുന്നതായിട്ട് തോന്നുന്നത്. അപ്പോൾ സൂര്യൻ മാറുന്നത് സൂര്യനും ഇവിടെ മാറുന്നതായിട്ടാണ് നമ്മൾ സങ്കല്പിച്ചിരിക്കുന്നത്. കൊണ്ട് ഒരു ചന്ദ്രനാണ് നമുക്കറിയാം, ആകാശത്തൂടെ ഇങ്ങനെ പല സമയത്ത് നോക്കിയാലും പല സ്ഥലത്താണ് നിൽക്കുന്നത്. അപ്പോൾ ചന്ദ്രൻ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ ശനി, ബുധൻ, ശുക്രൻ, ഇതെല്ലാത്തിനും ഒരു മൂവ്മെൻ്റ് ഉണ്ട്. മനസ്സിലായോ? അപ്പോൾ ശനി എത്ര 32 വർഷം കൊണ്ടാണ് ഒരു പ്രാവശ്യം കറങ്ങുന്നത്, ഒരു പ്രാവശ്യം ചുറ്റുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ശനിയെ മന്ദൻ എന്നൊക്കെ വിളിക്കുന്നത്. വളരെ മന്ദമായിട്ട് പോകുന്ന ഒരു ഗ്രഹമായതുകൊണ്ടാണ് ശനിയെ മന്ദൻ എന്നൊക്കെ വിളിക്കുന്നത്.